മേഘ, ഇന്ന് ചർച്ച നടക്കാത്ത ഒരു ഡീലിന്മേൽ പ്രതിപക്ഷം അഴിമതി ആരോപിച്ച് ഇന്ന് നിയമസഭയിൽ നിന്നും വാക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വിഴിഞ്ഞം തുറമുഖ ഷിപ്പിന് ഒരു പദ്ധതി ഉണ്ടല്ലോ, വിഴിഞ്ഞമുണ്ടല്ലോ, അതിൻ്റെ പേരിൽ അദാനി പോർട്ടിൻ്റെ വക 13,000 കോടി രൂപ ഈ ഒരു സർക്കാരുമായി സംസാരിച്ച് ഡീൽ ഉറപ്പിച്ചു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? സഭയിൽ ഇത് ചർച്ചയാകുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ രീതിയിൽ പ്രചാരണ ആയുധമാക്കിയിട്ടുണ്ട്. അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദാനിയുമായി കൈകോർക്കുന്നു. ഇനി പോർട്ടുകളെല്ലാം, നമുക്കുള്ള പോർട്ടുകൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങളെല്ലാം വിറ്റു തൊലയ്ക്കും, അദാനി ഇനി കേരളത്തിൽ കൊടികുത്തി വാഴും തുടങ്ങിയ പല രീതിയിലുള്ള വാദങ്ങൾ, ന്യായീകരണങ്ങൾ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്നാണ് അത് നിയമസഭയിൽ വി.ഡി. സതീശൻ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് മാധ്യമ വാർത്തകളിലൂടെയാണ് ഞാനിത് അറിയുന്നത്. അദാനിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രശ്നം പുറത്ത് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യം. അതായത് അദാനി പോർട്ട് എന്ന് പറയുന്നത്, ഈ അദാനി എന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ടിൽ വർക്ക് ചെയ്യുന്നത് ഒരു സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തിന്മേലാണ്. അതായത് അദാനി മാത്രമല്ല വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, സർക്കാർ കൂടി ആലോചിച്ച് വേണം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അദാനി തന്റെ ഷെയറിന്റെ 13,000 കോടി രൂപ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഷെയർ കൈമാറുകയാണെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ വസ്തുത എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി പറയുകയാണ് അദാനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഷെയർ കൊടുക്കുന്നു എന്നുള്ള കാര്യം സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടില്ല, യാതൊരു വിധത്തിലും അറിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ മാധ്യമ വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയുമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്ന് കൃത്യമായി പറയുകയാണ്. ഇതിൽ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ഈ നാഷണൽ സെക്യൂരിറ്റിയെ ഇത് ബാധിക്കും. നമ്മളുമായിട്ട് കരാർ വെച്ചിട്ടുള്ള അദാനിയിൽ നിന്ന് പുറത്തേക്ക് ഒരു സ്വകാര്യ കമ്പനി ഇതിന്റെ പങ്കാളിയാകുമ്പോൾ നാഷണൽ സെക്യൂരിറ്റി അത് ബാധിക്കുമെന്ന് പ്രതിപക്ഷം പറയുകയാണ്. ഇതിന്റെ ഫസ്റ്റ് തിങ് മനസ്സിലാക്കേണ്ടത്, നാഷണൽ സെക്യൂരിറ്റിയെ പറ്റി ഏറ്റവും കൂടുതൽ ആകുലത ഉണ്ടാകുന്നത് കേന്ദ്രത്തിൽ നിന്നാകുമല്ലോ. കേന്ദ്രത്തിന് ഇതുവരെ അത്തരത്തിൽ ഒരു ആകുലതയുമില്ല. ഇതുവരെ ഈ പറഞ്ഞ സ്വകാര്യ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്നോ അതോ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുമെന്നോ കേന്ദ്രം അറിയിച്ചിട്ടില്ല. ഇപ്പോൾ 13,000 കോടി രൂപ MSC അദാനിക്ക് നൽകിക്കൊണ്ട് ഈ കരാറിൽ ഒപ്പിടുമ്പോൾ സെബി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പൊ അദാനി ഗ്രൂപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സെബി ഗ്രൂപ്പ് അംഗീകാരം നൽകി ഇതിന് ശേഷമാണ് ഇനി സംസ്ഥാന സർക്കാരുമായിട്ട് ഇതിന്റെ ധാരണാപത്രം ഒപ്പുവയ്ക്കുകയോ അല്ലെങ്കിൽ അനുമതി തേടുന്ന കാര്യങ്ങളിലേക്ക് കടക്കുകയോ ചെയ്യേണ്ടതെന്നാണ് അദാനിയും പറയുന്നത്. അപ്പോൾ ഇതെല്ലാം, ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം കൊണ്ടുകെട്ടുന്നത് വി.ഡി. സതീശന്റെ തലയിലാണ്. വി.ഡി. സതീശൻ കുത്തക മുതലാളിമാർക്ക് കേരളത്തെ തീരെഴുതുന്നു എന്നൊക്കെ പറഞ്ഞ് ഖണ്ഡകാവ്യം എഴുതിക്കൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്നത്. ഇനി അദ്ദേഹം പല കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. വി.ഡി. സതീശൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് വലുത് കേരളമാണ്, എനിക്ക് വലുത് അദാനിയല്ല എന്ന് പരോക്ഷമായി തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, ഒരു സ്ഥാപനത്തിന്റെയും കുത്തകയല്ല കേരളം. ഇവിടെ ഒരു മോണോപോളി ഉണ്ടാകരുത്. ഇപ്പോൾ പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അദാനി അല്ല അന്തിമ വാക്ക്, MSC മാത്രമല്ല അന്തിമ വാക്ക്. അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഷിപ്പിംഗ് മന്ത്രാലയവും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയവും ഒരുമിച്ചാണ്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ വാട്ടേഴ്സിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു പരിധി വരെ കേന്ദ്രവും കൂടി ഇടപെട്ടിട്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ പറഞ്ഞതുപോലെ MSC ഷിപ്പിംഗ് കമ്പനി ഇവിടെ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഷെയർ വാങ്ങി മുന്നോട്ട് പോയി എന്ന് തന്നെ വിചാരിക്കുക. ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം കൊളംബോ പോർട്ടുമായിട്ടൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം പോർട്ട്. MSC നമുക്കറിയാം വളരെ വലിയൊരു ഷിപ്പിംഗ് കമ്പനിയാണ്, എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും ആക്സസ് ഉള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയാണ്. അപ്പോൾ അത്തരത്തിലൊരു ഷിപ്പിംഗ് കമ്പനിക്ക് ഇവിടെ നേരിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇവിടത്തെ ചരക്ക് നീക്കത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഞാനതിന്റെ പോസിറ്റീവ് സൈഡിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഈ പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ കൺസേൺസ് ഒക്കെ വാലിഡ് ആയിരിക്കാം, അതിന് കൃത്യമായ ഉത്തരം വി.ഡി. സതീശൻ കൊടുക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നത്, വി.ഡി. സതീശൻ അദാനിക്ക് കൂട്ടുനിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അല്ല, എനിക്ക് കേരളമാണ് വലുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. ഇപ്പൊ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചരക്ക് ഗതാഗതം അത്രമേൽ വലുതാവുകയാണ്, നമ്മുടെ ഗ്രാഫ് വലുതാവുകയാണ്. ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എവിടെയൊക്കെ വ്യാപിക്കുമോ അവിടെയൊക്കെ വിഴിഞ്ഞം എന്ന പേര്
പേരും വലിയ രീതിയിൽ വ്യാപിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ ആണെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് ബിവറേജ് ആണെങ്കിൽ നമ്മുടെ വി ഡി സതീശൻ ചെയ്യുന്നത് മറ്റെല്ലാ മേഖലകളിൽ നിന്നും വരുമാനം വരണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ ഒരു തുറമുഖം എന്നുള്ള വകുപ്പ് ഡയറക്റ്റ് തന്നെ എടുത്ത അത് നയിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ട് വി ഡി സതീശൻ തുറമുഖ വകുപ്പിനെ നയിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അതിനുള്ള കാര്യമുണ്ട്. അദ്ദേഹത്തിന് അതിനെപ്പറ്റി കൃത്യമായി അഡ്രസ് ചെയ്യാനും പഠിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലുതാകാൻ സാധ്യത എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റുകൾ, പല രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ വിഴിഞ്ഞത്ത് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും വിഴിഞ്ഞം പോലെ കേരളത്തിന്റെ തലസ്ഥാന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്ത് ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റുകൾ, ചരക്ക് നീക്കമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സാധാരണ മനുഷ്യർക്ക് ഒരു ഗുണമുണ്ടാകില്ലേ? അതുപോലെ നമ്മൾ ഏതൊരു വലിയ വ്യവസായത്തെ പറ്റി സംസാരിച്ചാലും അവിടെ എംപ്ലോയ്മെന്റ് ഉണ്ടാകില്ലേ? വലിയ രീതിയിലുള്ള എംപ്ലോയ്മെന്റ് ഉണ്ടാകും. ആ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിനെ അത് വലിയ രീതിയിൽ ബാധിക്കും. അങ്ങനെ ഒരു കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിലുണ്ട്. അത് മാത്രമല്ല, ഇപ്പോ തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കാവുന്ന രീതിയിൽ അതിനേക്കാൾ ഉപരി, അതായത് കൊച്ചിയിലേക്കും ഇപ്പോ കോഴിക്കോട് പോലുള്ള ഒരു മേഖല, അതായത് തീരദേശങ്ങളിലേക്ക് ഈ ഒരു ഷിപ്പിംഗ് കമ്പനിയെ വ്യാപിപ്പിക്കാനുള്ള, അതുവഴി വികസനത്തെ കൂടുതൽ കടൽ മാർഗം എങ്ങനെ കേരളത്തിലെ വികസനം എത്തിക്കാവോ ആ രീതിയിലുള്ള വിഷൻ സമുദ്ര നമ്മുടെ ബജറ്റ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മുടെ ഈ ഒരു തീരദേശം വഴി തന്നെ ഒരു വികസനം എത്തിക്കാൻ ഈ ഒരു പോർട്ടിലൂടെയോ അല്ലെങ്കിൽ വിഷൻ സമുദ്രയിലൂടെ നമുക്ക് സാധിക്കും. അതെ, 100 കണക്കിന് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന, നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സമ്പത്താണ് സമുദ്രം എന്ന് പറയുന്നത്. നമ്മുടെ തീരദേശ മേഖല കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് വരാൻ പോകുന്ന വരുമാനം, നമുക്കുണ്ടാകാൻ പോകുന്ന ഡെവലപ്മെന്റ്, അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന് ഉണ്ടാകാൻ പോകുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഉണ്ടല്ലോ. ഇപ്പോൾ അന്താരാഷ്ട്ര കമ്പനികൾ, അന്താരാഷ്ട്ര ചരക്ക് നീക്കമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കുന്നതോടുകൂടി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം ഉണ്ടാകും, നമ്മുടെ എക്സ്പെൻസസിൽ മാറ്റം ഉണ്ടാകും. ഈ പറഞ്ഞ ജോലി ഇല്ലാത്ത മനുഷ്യർക്ക് ജോലി നേടി വീട്ടിലൊരു വരുമാന മാർഗം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിന് കുറെ പോസിറ്റീവ് സൈഡുകളുണ്ട്. ഇപ്പോൾ ഇത്രയും പോസിറ്റീവ് സൈഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് സർക്കാർ ഇതിനെ കണ്ണും പൂട്ടി സ്വീകരിച്ച് എടുത്തു ചാടുന്ന ഒരു നയമല്ല ഇപ്പോൾ എടുക്കുന്നത്. അവർ നമ്മളോട് കൃത്യമായ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല, നമ്മളുമായി ചർച്ച ചെയ്തിട്ടില്ല, ഇത്തരത്തിലൊരു കരാറിൽ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ കാര്യത്തിന് ഞങ്ങൾ അനുമതി നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നൽകില്ല എന്നോ നൽകുമെന്നോ അതിലൊരു ധ്വനിയില്ല. ഇതിൽ കൃത്യമായിട്ടുള്ള പഠനം നടക്കും. ഇപ്പൊ നമുക്ക് ഏതൊരു കാര്യമാണെങ്കിലും പോസിറ്റീവും നെഗറ്റീവും കാര്യങ്ങളുണ്ട്. നമുക്കത് എങ്ങനെ വേണമെങ്കിലും ചർച്ച ചെയ്യാം, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ. പക്ഷെ കൃത്യമായിട്ട് ഇതിന്റെ പഠനം നടത്തി അതിലൊരു ഉത്തരം കണ്ടെത്തും. ഇതിൽ എന്താണ് കേരളത്തിന് നല്ലത് എന്ന് കണ്ടെത്തും. ഇനി ഇപ്പോൾ പ്രതിപക്ഷം ഇന്ന് നടത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കാള പെറ്റപ്പോൾ ഒന്ന് കയറെടുത്തു. അതായത് ആ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി ബേബി ഓയിലും സോപ്പുമായിട്ട് ഇറങ്ങി ഓടിയ ഒരു വാക്കൗട്ടാണ് ഇന്ന് നമ്മൾ സഭയിൽ കണ്ടത്. ഈ ഒരു എന്താ പറയുക, ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത ഒരു സർക്കാർ, കഴിഞ്ഞ വർഷം 10 വർഷം ദീർഘവീക്ഷണം ഇല്ലാത്ത ഒരു സർക്കാർ ഭരിച്ചതിൻ്റെ ഒരു എല്ലാവിധ കെടുകാര്യസ്ഥതയും നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ വികസനത്തിലും എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അതിലുപരി ഇപ്പോൾ ആദ്യത്തെ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ ഒരു കേരളത്തിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ള വ്യക്തമായ പഠനം നടത്തി ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ അവർക്കൊരു ശുഭാപ്തി വിശ്വാസം, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ വന്നു, കേരളം ഇനി കുറച്ചെങ്കിലും മെച്ചപ്പെട്ട് മുന്നോട്ട് നീങ്ങുമെന്നുള്ളത്. ഇപ്പോൾ അതിന് ആപ്പ് വയ്ക്കാനോ അല്ലെങ്കിൽ അള്ളു വയ്ക്കാനോ ആണ് ഇപ്പോൾ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആഷിഖ് പറഞ്ഞൊരു പോയിന്റ് വളരെ വാലിഡ് ആണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ആപ്തവാക്യം എന്തായിരുന്നു? വികസിത കേരളം കൊണ്ടുവന്നത് ഞങ്ങളാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. വികസനം നടന്നു എന്ന് ചോദിച്ചാൽ വികസനം നടന്നിട്ടേ ഇല്ലെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. വികസനമൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ ദീർഘവീക്ഷണം എന്നൊന്ന് വളരെ കുറവാണ്. ഇപ്പോൾ നാളെ ഒരു വികസനം, മറ്റന്നാളത്തേക്കൊരു ഒരു പോസിറ്റീവ് കാര്യം, അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് ഒരു ഗ്രോത്ത് എന്നതിനേക്കാൾ ഉപരി ഒരു 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞ് ഇത് കേരളത്തിന് എത്ര നേട്ടമുണ്ടാക്കും, കേരളത്തെ ഇത് എവിടെ എത്തിക്കും എന്നുള്ള കാര്യത്തെ പറ്റി കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടില്ല. ഇനി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഇത്തരത്തിൽ ദീർഘവീക്ഷണമുള്ള പല പദ്ധതികളും നിർത്തിയ ചരിത്രവും കേരളത്തിലെ പല മണ്ഡലങ്ങളിലുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഈ പറഞ്ഞതുപോലെ കൃത്യമായ പഠനം നടത്തിയ ശേഷം വിഴിഞ്ഞത്തിന്റെ കാര്യം, വിഴിഞ്ഞം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ
വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതിൽ എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കുക അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് തീരുമാനമെടുക്കുക എന്നുള്ളൊരു പോയിന്റ് ഇല്ല. ഇപ്പോൾ ഇവർ ആരോപിക്കുന്നത് പോലെ PD സതീശൻ നാളെ കുത്തക കമ്പനികൾക്ക് ഈ പറഞ്ഞ നമ്മുടെ പോർട്ടും അതും ഇതും ഒക്കെ എഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാനും ആഷിക്കും അതുപോലെ തന്നെ എല്ലാ മാധ്യമപ്രവർത്തകരും അതിനെതിരെ സംസാരിക്കുകയും ചെയ്യും. അല്ലാതെ ഈ രാഷ്ട്രീയപരമായി ഇതിനെ നേരിട്ടുകൊണ്ട് നല്ലത് ചെയ്യാൻ പോകുന്ന ഒരാളെ തടഞ്ഞ് അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്നതിനോട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കള്ളരാക്കി ചിത്രീകരിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്.